എല്ലാവരും ഉറങ്ങുകയാണെന്ന് കണ്ട് മെല്ലെ അകത്തേക്ക് കടന്നു. ബോലുവിന് എന്തോ ശബ്ദം കേട്ടു. ഓ ഷേരു, ഓയ്. അതെ, എന്താണ് കാര്യം? നിനക്ക് ആ ശബ്ദം കേൾക്കുന്നുണ്ടോ? നമ്മുടെ യജമാനന്റെ വീട്ടിൽ കള്ളൻ കയറിയെന്ന് തോന്നുന്നു. വന്നെങ്കി വന്നോട്ടെ, അതിനെനിക്കെന്താ? ബോലു അത്ഭുതപ്പെട്ടുപോയി. മനോഹരമായ ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ രാംദയാൽ എന്നു പേരുള്ള ഒരു അലക്കുകാരൻ താമസിച്ചിരുന്നു. അദ്ദേഹം വളരെ കഠിനാധ്വാനിയായ ഒരാളായിരുന്നു. ഗ്രാമവാസികളുടെ വസ്ത്രങ്ങൾ അലക്കിയാണ് അദ്ദേഹം ഉപജീവനം നടത്തിയിരുന്നത്. രാംദയാലിന് ബോലു എന്നു പേരുള്ള ഒരു കഴുതയുണ്ടായിരുന്നു. ബോലു സ്വഭാവത്താൽ വളരെ സാധുവും ശാന്തനുമായിരുന്നു. അവൻ തന്റെ യജമാനൻ പറയുന്ന ഒരു കാര്യവും ഒരിക്കലും അനുസരിക്കാതിരുന്നിട്ടില്ല. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടൻ രാംദയാൽ ബോലുവിനെ വിളിച്ചു പറയുമായിരുന്നു, വരൂ എന്റെ സുഹൃത്തെ, ഇന്നും നമുക്ക് നമ്മുടെ ജോലി തുടങ്ങാം. ബോലുവും തന്റെ യജമാനന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ സന്തോഷത്തോടെ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. രാംദയാൽ വസ്ത്രങ്ങളുടെ വലിയ കെട്ടുകൾ ബോലുവിന്റെ പുറത്ത് വെച്ച് കുളത്തിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. പക്ഷെ ബോലുവിന് അതിലൊരിക്കലും വിഷമം തോന്നിയിരുന്നില്ല. യജമാനന് വേണ്ടി ജോലി ചെയ്യുന്നത് തന്റെ കടമയാണെന്ന് അവൻ വിശ്വസിച്ചിരുന്നു. അതേ വീട്ടിൽ തന്നെ ഷേരു എന്നു പേരുള്ള ഒരു പട്ടിയുമുണ്ടായിരുന്നു. രാത്രികാലങ്ങളിൽ അവൻ വീടിന് കാവൽ നിൽക്കുമായിരുന്നു. വീടിനടുത്ത് ആരെങ്കിലും വന്നാൽ അവൻ ഉടൻ കുരയ്ക്കുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാംദയാൽ ഷേരുവിനെ അത്ര ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ ഷേരുവിന് കൃത്യമായി ഭക്ഷണം നൽകുന്നത് നിർത്തി. വല്ലപ്പോഴും മിച്ചം വരുന്ന ഭക്ഷണമുണ്ടെങ്കിൽ മാത്രം നൽകും. ഇല്ലെങ്കിൽ ഷേരുവിന് പട്ടിണി കിടക്കേണ്ടി വരുമായിരുന്നു. ഇത് കണ്ട് ഷേരു വളരെ ദുഃഖിതനായിരുന്നു. ഞാൻ രാത്രി മുഴുവൻ കാവൽ നിൽക്കുന്നു, പക്ഷേ യജമാനൻ എന്നെ ഒട്ടും കാര്യമാക്കുന്നില്ല. അവൻ മനസ്സിൽ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നു. ഒരു ദിവസം വൈകുന്നേരം രാംദയാൽ വളരെ ക്ഷീണിതനായി വീട്ടിലെത്തി. ദിവസം മുഴുവൻ ജോലി ചെയ്ത ക്ഷീണം കാരണം അവൻ ബോലുവിനെ കെട്ടിയിട്ടു. ഷേരുവിന് അല്പം ആഹാരം നൽകി. എന്നിട്ട് താൻ വീടിനുള്ളിൽ പോയി ഉറങ്ങി. ആ രാത്രി വളരെ ശാന്തമായിരുന്നു. ചന്ദ്രപ്രകാശം എല്ലായിടത്തും പരന്നുകിടന്നു. എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോഴാണ് വീടിനടുത്തേക്ക് ഒരു കള്ളൻ വന്നത്. കള്ളൻ വളരെ ശ്രദ്ധയോടെ വീടിന് ചുറ്റും നടന്നു. എല്ലാവരും ഉറങ്ങുകയാണെന്ന് കണ്ട് മെല്ലെ അകത്തേക്ക് കടന്നു. ബോലുവിന് എന്തോ ശബ്ദം കേട്ടു. ഓ ഷേരു, ഓയ്. അതെ, എന്താണ് കാര്യം? നിനക്ക് ആ ശബ്ദം കേൾക്കുന്നുണ്ടോ? നമ്മുടെ യജമാനന്റെ വീട്ടിൽ കള്ളൻ കയറിയെന്ന് തോന്നുന്നു. വന്നെങ്കി വന്നോട്ടെ, അതിനെനിക്കെന്താ? ബോലു അത്ഭുതപ്പെട്ടുപോയി. നീ ഇതെന്താണ് പറയുന്നത് സഹോദര? വീട്ടിൽ കള്ളം കയറിയാൽ കുരച്ച് യജമാനനെ ഉണർത്തുക എന്നത് നിന്റെ കടമയല്ലേ? ഷേരു അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. സത്യമാണ്, പക്ഷേ എന്റെ കാഴ്ചപ്പാടിൽ യജമാനൻ തന്റെ ധർമ്മം പാലിക്കുന്നില്ല. അതുകൊണ്ട് എനിക്കും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ താല്പര്യമില്ല. അയ്യോ, നീ ഇതെന്താണ് പറയുന്നത്? ഇത്രയും നല്ല യജമാനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാമോ? എന്ത് നല്ല യജമാനൻ? നീ എന്നും കുളക്കരയിലേക്ക് വസ്ത്രങ്ങൾ ചുമക്കുന്നു. നിന്റെ ജോലി അദ്ദേഹത്തിന് കാണാം. അതുകൊണ്ട് അദ്ദേഹം നിനക്ക് നന്നായി ഭക്ഷണം നൽകുന്നു. പക്ഷെ ഉറക്കം വെടിഞ്ഞ് ഞാൻ ചെയ്യുന്ന ഈ കാവൽ ജോലി അദ്ദേഹം കാണുന്നില്ല. അതുകൊണ്ട് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ അതുമില്ല. എനിക്കിപ്പോൾ കുരയ്ക്കാൻ പോലും കരുത്തില്ല. പോയി വിടുന്ന്. ഇല്ല സുഹൃത്തെ, അങ്ങനെ പറയരുത്. ഇത് പ്രതികാരം ചെയ്യേണ്ട സമയമല്ല. എഴുന്നേൽക്കൂ. നീ ഒന്ന് ഉച്ചത്തിൽ കുരച്ചാൽ യജമാനൻ ഉണരും. നോക്കൂ, നീ എത്ര കെഞ്ചിയാലും എന്റെ മനസ്സ് അലിയാൻ പോകുന്നില്ല. വിശന്നു എന്റെ മനസ്സ് കല്ലായിപ്പോയി. പണിയെടുത്തു മടുക്കുന്ന നിനക്ക് യജമാനനോട് ഇത്രയധികം സ്നേഹമുണ്ടെങ്കിൽ നീ തന്നെ എന്തെങ്കിലും ചെയ്തോ? ബോലുവിന് ദേഷ്യം വന്നു. ചീച്ചി, പട്ടി എന്നാൽ വിശ്വാസ്യതയുടെ അടയാളമാണെന്ന് പറയാറുണ്ട്. നിന്നെ കാണുമ്പോൾ അത് തെറ്റാണെന്ന് തോന്നുന്നു. നിങ്ങളെക്കാൾ ഭേദം ഞങ്ങൾ കഴുതകളാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ബോലു ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. ഓയ്, ഓയ്, ഓയ്. അവന്റെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് യജമാനൻ ഉണർന്നു. രാംദയാൽ ദേഷ്യത്തോടെ പുറത്തേക്ക് വന്നു. എടാ കഴുതേ, പകൽ മുഴുവൻ ഗ്രാമത്തിലെ വസ്ത്രങ്ങളെല്ലാം അലക്കി ഞാൻ ക്ഷീണിച്ചുറങ്ങുമ്പോൾ നീ എന്റെ ഉറക്കം നശിപ്പിക്കുകയാണോ? നിന്നെ ഇങ്ങനെ വിട്ടാൽ നീ ദിവസവും എന്റെ ഉറക്കം നശിപ്പിക്കും. രാംദയാൽ ബോലുവിനെ അടിക്കാൻ തുടങ്ങി. ബോലു ഒരുപാട് വേദനിച്ചു. അവൻ കരഞ്ഞു. പക്ഷെ യജമാനന്റെ ദേഷ്യം മാറിയില്ല. രാംദയാൽ ബോലുവിനെ ക്രൂരമായി തല്ലി. ബോലു അവശനായി. ഷേരു ഇതെല്ലാം നിശബ്ദനായി നോക്കി നിന്നു. കുറച്ചു കഴിഞ്ഞ് രാംദയാൽ തിരികെ പോയി ഉറങ്ങി. ബോലു വേദനയോടെ കിടന്നു. ഷേരു ബോലുവിന്റെ അടുത്തേക്ക് വന്നു. കണ്ടോ,
ഓരോരുത്തരും അവരവരുടെ ജോലി ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? സത്യമാണ് സഹോദര, ഞാൻ അമിതാവേശം കാണിച്ചു പോയി. ഷേരു മിണ്ടാതെ നിന്നു. രാത്രി കഴിഞ്ഞു. എന്നാൽ വേദന കാരണം ബോലുവിന് നടക്കാൻ പോലും കഴിയുമായിരുന്നില്ല. രാംദയാലിനും പിന്നീട് തന്റെ തെറ്റു മനസ്സിലായി. ഞാൻ എന്തിനാണ് ബോലുവിനെ തല്ലിയത്? അവനൊരു പക്ഷേ എന്നെ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയായിരിക്കാം കരഞ്ഞത്. എന്നാൽ ഷേരു ഇപ്പോഴും നിശബ്ദനായി ഇതെല്ലാം നോക്കി നിന്നു. ഓരോരുത്തരും തങ്ങൾ ചെയ്യേണ്ട ജോലി തന്നെ ചെയ്യണം. അമിതാവേശം കാണിച്ച് മറ്റൊരാൾ ചെയ്യേണ്ട ജോലി ചെയ്യാൻ പോയാൽ ഈ കഴുതയെ പോലെ അടി കിട്ടേണ്ടി വരും. ഈ മാനിന്റെ ഇറച്ചി എനിക്ക് തരണം. എനിക്ക് നല്ല വിശപ്പ് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ഇവിടുന്ന് പൊയ്ക്കോളൂ. ഇതെന്താ നീ പറയുന്നേ? മാനുകൾ ഇറച്ചി തിന്നുന്നോ? മാനുകളുടെ ഇറച്ചി ഞങ്ങളല്ലേ തിന്നണ്ടേ? ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ലല്ലോ. എങ്കിൽ അങ്ങനെയല്ല, ഞാൻ നിങ്ങളെ മനസ്സിലാക്കി തരാം. കുറെ മുമ്പത്തെ കാര്യമായിരുന്നു. ഒരു കാട്ടിൽ ചാർലി എന്നു പേരുള്ള ഒരു ആനയുണ്ടായിരുന്നു. കാട്ടിലെ എല്ലാ മൃഗങ്ങളും ചാർലി ആനയുമായിട്ട് കൂട്ടായിരുന്നു. എല്ലാവർക്കും അവനോട് നല്ല ബഹുമാനവും ഉണ്ടായിരുന്നു. ഒരു ദിവസം ചാർലി ആനയോട് കൂട്ടുകാരനായ ബില്ലി മാൻ പറഞ്ഞു, കുറെ ദിവസമായി ആകാശം മേഘാവൃതമാണ്. പക്ഷേ മഴ പെയ്യുന്ന ലക്ഷണമില്ല. വിഷമിക്കണ്ട ബലി, എനിക്കുറപ്പുണ്ട്. എല്ലാ വർഷവും പെയ്യുന്ന പോലെ തന്നെ നമ്മുടെ കാട്ടിൽ വീണ്ടും മഴ പെയ്യും. കാട്ടിലെ കുളങ്ങളെല്ലാം വറ്റിയിരിക്കുന്നു. എനിക്കാണെ ദാഹിച്ചിട്ട് വയ്യ. നമ്മുടെ കാടിന്റെ അതിർത്തിയിൽ ഒരു തടാകമില്ലേ? ഞാൻ അവിടെ വെള്ളം കുടിക്കാൻ പോവാ. നീ അങ്ങോട്ട് പോകണ്ട ബലി. നമ്മുടെ കാട്ടിലെ രാജാവ് ഷേർ അങ്ങോട്ട് പോലെന്നാ പറഞ്ഞിരിക്കുന്നെ. പക്ഷെ ബില്ലി ചാർലി പറഞ്ഞത് അത്ര കാര്യമായി എടുത്തില്ല. അവൻ തടാകത്തിലേക്ക് ഓടിപ്പോയി. ഈ ബലി ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി തലയിട്ട് കാട്ടിലുള്ളവരെ കൂടെ ബുദ്ധിമുട്ടിക്കും. ബില്ലി മാൻ പോയി തടാകത്തിലെ വെള്ളം നല്ല രസത്തിൽ കുടിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും പെട്ടെന്ന് വലിയൊരു മീൻ തടാകത്തിൽ നിന്നും പുറത്ത് പൊങ്ങി വന്ന് ബില്ലി മാനെ തുറച്ചു നോക്കാൻ തുടങ്ങി. അടുത്ത ദിവസം ഗില്ലിമാൻ എന്തൊക്കെയോ ആലോചിച്ച് കാട്ടിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴവൻ ചാർലി ആനേനെ കാണും. ഇന്നലെ തൊട്ട് ഞാൻ നിന്നെ അന്വേഷിക്കുമായിരുന്നു. നീ എവിടായിരുന്നു ബലി? നീ എന്തിനാ എന്നെ അന്വേഷിക്കുന്നത്? അത് നമ്മുടെ കൂട്ടുകാരായോണ്ട്. ഇന്നലെ നീ അതിർത്തിയിലുള്ള തടാകത്തിൽ വെള്ളം കുടിക്കാൻ പോയില്ലേ? പിന്നീട് നിന്നെ കണ്ടില്ല, അതുകൊണ്ടാ ഞാൻ പേടിച്ചുപോയി. മാനും ആനയും ഒരിക്കലും കൂട്ടുകാരാവില്ല. ഇത്രയും പറഞ്ഞ് ബില്ലിമാൻ അവിടുന്ന് ഓടി അങ്ങ് പോയി. ഈ ബലിക്ക് ഇതെന്താ പറ്റിയേ? ഇവൻ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ബില്ലിമാൻ ആ വഴിക്ക് രണ്ട് ചെന്നായ്ക്കൾ മാംസ കഷ്ണം തിന്നുകയായിരുന്നു. ബില്ലിമാൻ ഇത് കണ്ട് അവരിപ്പൊ തിന്നുകളയുന്ന മട്ടിലങ്ങ് നിന്നു. എന്താടാ ഇങ്ങനെ നോക്കുന്നേ? ഇന്ന് ഞങ്ങൾക്ക് കഴിക്കാൻ മാംസം കിട്ടിയത് നന്നായി. ഇല്ലെങ്കിൽ നിന്റെ മാംസം ഞങ്ങൾ കഴിച്ചേനെ. ഞങ്ങളുടെ മനസ്സ് മാറുന്നതിന് മുമ്പേ നീ ഇവിടുന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലത്. ഈ മാനിന്റെ ഇറച്ചി എനിക്ക് തരണം. എനിക്ക് നല്ല വിശപ്പ് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ഇവിടുന്ന് പൊയ്ക്കോളൂ. ഇതെന്താ നീ പറയുന്നേ? മാനുകൾ ഇറച്ചി തിന്നുന്നോ? മാനുകളുടെ ഇറച്ചി ഞങ്ങളല്ലേ തിന്നണ്ടേ? ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ലല്ലോ. എങ്കിൽ അങ്ങനെയല്ല, ഞാൻ നിങ്ങളെ മനസ്സിലാക്കി തരാം. ഇത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ ഓടി ബില്ലിമാൻ വന്ന് രണ്ടുപേരെ നല്ല രീതിയിൽ ആക്രമിക്കും. രണ്ടുപേരും കാറ്റത്തങ്ങ് പറന്ന് മരത്തിൽ ചെന്നിടിച്ച് താഴെ വീഴും. ഇത് കണ്ട് വിശ്വസിക്കാൻ പറ്റാതെ ബില്ലിമാനെ തന്നെ അവര് നോക്കി നിൽക്കും. നിങ്ങളുടെ സമയം അടുത്തിരിക്കുന്നു. ജീവൻ വേണമെങ്കിൽ ഇവിടുന്ന് നിങ്ങൾ പൊയ്ക്കോ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞ് ബില്ലിമാൻ ആ മാംസ കഷ്ണങ്ങൾ ഭ്രാന്തനെ പോലെ തിന്നാൻ തുടങ്ങി. ഇത് കണ്ട് രണ്ട് ചെന്നായ്ക്കളും പേടിച്ച് നേരെ കാട്ടിലെ രാജാവ് ഷേറിന്റെ അടുത്ത് വന്നു. പ്രിയ രാജാവേ, ഞങ്ങളെ ഒരു മാൻ അപമാനിച്ചു. ശേഷം ഞങ്ങളെ അവൻ ഉപദ്രവിക്കാനായിട്ട് വന്നു. അതെങ്ങനെ സംഭവിച്ചു? ഒരു സാധാരണ മാൻ നിങ്ങളെ എങ്ങനെ ഉപദ്രവിച്ചെന്നാ പറയുന്നേ? പിന്നെ മാനുകൾ മാംസം ഭക്ഷിക്കാറില്ലല്ലോ. ഞങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതാ.
ഞങ്ങളെ വിശ്വസിക്കണേ രാജൻ. ചെന്നായ്ക്കള് പറഞ്ഞ കാര്യം കേട്ട് ഷേർ രാജാവ് ആലോചനയിലായി. ശരി, നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ പോ. ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊന്ന് ആലോചിക്കട്ടെ. അവര് രണ്ടുപേരും വിഷമത്തോടെ തിരിച്ചവിടുന്ന് പോയി. അതിനുശേഷം ബില്ലിമാനെ കുറിച്ചുള്ള കുറ്റങ്ങൾ ഓരോ മൃഗങ്ങളും വന്ന് പറയാൻ തുടങ്ങി. ചിലര് വന്ന് പറയും ബില്ലിമാൻ വന്ന് അവനെ ആക്രമിച്ചുവെന്ന്. എന്നാ ചിലര് പറയും അവരുടെ മാംസ കഷ്ണം ബില്ലിമാൻ എടുത്തോണ്ട് പോയെന്ന്. അങ്ങനെ ഇക്കാര്യം പറന്ന് ചാർലി ആനയുടെ ചെവിയിലെത്തിയപ്പോ അവൻ സ്വയമേ കുറെ ആലോചിച്ച് അവനോട് തന്നെ പറഞ്ഞു, എനിക്ക് അന്ന് തൊട്ടേ സംശയമുണ്ടായിരുന്നു. അന്ന് അവൻ എന്നോട് കുറെ തർക്കിച്ചിട്ട് അതിർത്തിയിലുള്ള തടാകത്തിലേക്ക് പോയിരുന്നു. ഇനി അവിടെ പോയി അന്വേഷിക്കാം. ഇത്രയും പറഞ്ഞ ചാർലി ആന ആ തടാകത്തിന്റെ അടുത്തേക്ക് പോയി. അപ്പൊ മിന്നിത്തിളങ്ങുന്ന കിരണങ്ങളുമായി വെള്ളത്തിന്റെ അടിയിൽ നിന്നും ഒരു സുന്ദരിയായ മാലാഖ പുറത്തു വന്ന് ചാർലി ആനയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഈ തടാകത്തിലെ വെള്ളം കുടിക്കാൻ? ഇതിന് നിനക്ക് ശിക്ഷയുണ്ട്. ഞാൻ പറയുന്ന മുഴുവനൊന്ന് കേൾക്കൂ. ഞാൻ ഒരാളെ അന്വേഷിച്ചു വന്നതാണ്. നിനക്ക് എന്ത് പറയാനാണെങ്കിലും തടാകത്തിന്റെ അകത്തുള്ള ജയിലിൽ വന്ന് പറഞ്ഞാ മതി. പെട്ടെന്ന് ചാർലി ആന സ്വയമേ കാണുന്നത് തടാകത്തിന്റെ അകത്തുള്ള മാന്ത്രിക ജയിലിലായിരുന്നു എന്ന് മാത്രം. അവിടെ ബില്ലിമാനെ കണ്ട് അവൻ ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയി. നിനക്കിങ്ങനെ സംഭവിച്ചാൽ ഒരു തെറ്റുമില്ല. കാരണം നീ കാട്ടിലുള്ള എല്ലാവരെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചു. നീ എന്താ ഈ പറയുന്നേ? എനിക്ക് നീ പറയുന്ന ഒന്നും മനസ്സിലാകുന്നില്ല. ഞാൻ കുറച്ചു ദിവസമായി ഈ തടവറയിലാണ്. എനിക്ക് നല്ല വിശപ്പും ദാഹവുമുണ്ട്. പക്ഷെ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ബില്ലിമാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ചാർലി ആന ആകെ ഞെട്ടിപ്പോയി. നിങ്ങളുടെ കാട്ടിലെ രാജാവിന് ഈ കാര്യങ്ങളൊക്കെ നന്നായി അറിയാലോ. ഞങ്ങളുടെ ഈ തടാകത്തിൽ നിന്നും വെള്ളം കുടിക്കാൻ പാടില്ല എന്ന്. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഈ തടാകത്തിലെ വെള്ളം കുടിക്കാൻ വന്നില്ലേ? കുറച്ചു ദിവസം മുമ്പ് എന്റെ കൂട്ടുകാരൻ ബില്ലിമാൻ ഇവിടെ വെള്ളം കുടിക്കാനായിട്ട് വന്നിരുന്നു. അതിനുശേഷം മുതൽ അവന്റെ സ്വഭാവം മൊത്തം മാറിയിരുന്നു. അവൻ ഇറച്ചി ഭക്ഷിക്കാൻ തുടങ്ങിയിരുന്നു. ഇതിനൊരു പരിഹാരത്തിന് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ബില്ലി, നീ എങ്ങാനാ ഒരുമാതിരി ഇരിക്കുന്ന മീനെ വല്ലതും കണ്ടായിരുന്നോ? ആ ശരിയാ, ഞാൻ കണ്ടായിരുന്നു. പിന്നീട് ഞാൻ അബോധാവസ്ഥയിലായി. എനിക്ക് ബോധം വന്നപ്പോൾ ഞാൻ ഈ കാരാഗൃഹത്തിലാ. അതൊരു സാധാരണ മീനൊന്നും അല്ല. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും എല്ലാം ചേരുന്ന ഒരു തരം മീനാണത്. ശരിക്കും അത് മാന്ത്രിക മീനാണ്. തടാകത്തിലെ മാലാഖമാർക്ക് പോലും അതൊരു ശല്യം തന്നെയാണ്. നിന്റെ കൂട്ടുകാരൻ ബില്ലിമാന്റെ രൂപത്തിലാണ് ഇപ്പൊ കാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ തിരിച്ചു കൊണ്ടുവരണം അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ആ കാടിനെ തന്നെ ഇല്ലാണ്ടാക്കി കളയും. ഇത്രയും പറഞ്ഞുകൊണ്ട് മാലാഖ കയ്യിലുണ്ടായ മാന്ത്രിക വടി കൊണ്ട് ബില്ലിമാനെയും ചാർലി ആനേനെയും തടാകത്തിന്റെ പുറത്തേക്ക് പ്രത്യക്ഷപ്പെടുത്തി. ചെല്ലു, എങ്ങനെയെങ്കിലും ബില്ലിമാനെ പോലെ ഇരിക്കുന്ന ആ ദുഷ്ടനെ തിരിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവാ. എനിക്ക് മനസ്സിലായി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഇത്രയും പറഞ്ഞുകൊണ്ട് ചാർലി ആന ഓടിക്കൊണ്ട് ബില്ലിമാനെ പോലെ ഇരിക്കുന്ന അതിനെ തപ്പിയിറങ്ങി. കുറച്ചേരം കഴിഞ്ഞപ്പോ ബില്ലിമാനെ പോലെ ഇരിക്കുന്ന അതിനെ കാട്ടിലെ രാജാവിനോട് ഉടക്കുന്നതായിട്ട് കണ്ടു. നിന്നെ കുറിച്ച് കുറെ പരാതികൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ നിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു. പിന്നെ നീ എന്തിനാ കാത്തിരിക്കുന്നേ? ഒരു തവണ നീ എന്നോട് മത്സരിച്ചു നോക്ക്. അപ്പം നിനക്ക് മനസ്സിലാവും ആരാ രാജാവെന്ന്. സുഹൃത്തെ, നമ്മുടെ കാട്ടിലെ രാജാവായ സിംഹം ദുർബലനായ രാജാവാണ്. പിന്നെ നിനക്ക് യുദ്ധം ചെയ്യണമെങ്കിൽ നമ്മുടെ തടാകത്തിനടുത്തുള്ള സിംഹരാജാവിനോട് പോയി യുദ്ധം ചെയ്യ്. അവൻ വലിയ ശക്തിമാനാന്നാ സ്വയം പറയുന്നേ. അത് ശരി, അങ്ങനെയാണ് കാര്യമെങ്കിൽ ഞാൻ അവിടേക്ക് പോകാം. എൻ്റെ കൂടെ വരൂ. ചാർലി ആന കൂർമ്മ ബുദ്ധിയോടെ ബില്ലിമാനെ പോലെ ഇരിക്കുന്ന അതിനെ തടാകത്തിന്റെ അടുത്തേക്ക് അങ്ങ് കൊണ്ടുവരും. പെട്ടെന്ന്
പെട്ടെന്ന് തന്നെ തടാകത്തിലെ മാലാഖ പ്രത്യക്ഷപ്പെടും. കയ്യിലുണ്ടായിരുന്ന മാന്ത്രിക വടി കൊണ്ട് അതിന്റെ മേലിലേക്ക് കാണിക്കും. അതിൽ നിന്നും നല്ല കിരണങ്ങൾ പുറത്തേക്ക് വരും. ബില്ലിമാനായി മാറിയ ആ മീൻ ശരിക്കുള്ള രൂപത്തിലേക്ക് തിരിച്ചു വരും. തടാകത്തിലേക്ക് അത് പോകാൻ നോക്കിയപ്പോഴേക്കും പെട്ടെന്ന് കാറ്റിൽ പറന്ന് നേരെ മരത്തിന്റെ അവിടെ വന്ന് ഇടിച്ചങ്ങ് വീഴും. എന്നെ തടാകത്തിന്റെ അകത്ത് തന്നെ ഇരുത്തു, എനിക്ക് എന്റെ രൂപം മാറ്റാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാ ഞാൻ നിന്നെ ഇതിന്റെ അകത്ത് കേറ്റാത്തത്. നിന്റെ ശരിക്കുള്ള രൂപത്തിൽ തന്നെ തുടിച്ച് നീ മരിക്കും. അഹങ്കാരിയായ മീനെ തടാകത്തിലോട്ട് കേറാനുള്ള വാതിലുകളെല്ലാം അടഞ്ഞിരിക്കുന്നു. അഹങ്കാരിയായ മീൻ കുറച്ചു നേരം കഴിയുമ്പോൾ പെടഞ്ഞ് അങ്ങ് മരിച്ചു പോകും. ഷേർ രാജ അപ്പോഴത്തേക്ക് അവിടെ എത്തി. ചാർലി ആന എന്തൊക്കെ നടന്നോ അതെല്ലാം വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. ചാർലി ആനയും ബില്ലിമാനും കാരണം ഞങ്ങളുടെ തടാകത്തിൽ ഇത്രയും നാളും ജീവിച്ചിരുന്ന അഹങ്കാരിയായ മീൻ പോയി. അതുകൊണ്ട് ഇനി മുതൽ എല്ലാ മൃഗങ്ങൾക്കും ഈ തടാകത്തിലെ വെള്ളം കുടിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ മാലാഖ അവിടുന്ന് അപ്രത്യക്ഷമായി.